ഇഷ്കം. 8 മണിയായല്ലോ, അമ്മ ഇതുവരെ കണ്ടില്ല. അത് നോക്കണ്ട, അമ്മ വീട്ടിൽ പോയതല്ലേ. ശരി, അവിടെ പോയാൽ പിന്നെ അമ്മയുടെ ഒരു വിവരം കാണില്ല. ഇഞ്ചു, നീ കൂടുന്നു എന്റെ കൂടെ കളിക്കാൻ? എനിക്ക് കുറെ പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വരാം. പിന്നെ പഠിക്കൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ കളിച്ച് നടന്നോ. പൊന്നു ചേച്ചി, ഇപ്പഴല്ലേ കളിച്ച് നടക്കുക, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെ പഠിക്കണ്ടേ? നീ പറഞ്ഞത് ശരിയാ, കുറച്ച് കഴിഞ്ഞാൽ ഇനി കളിക്കാനൊന്നും നേരം കിട്ടില്ല. അച്ഛൻ ഇന്ന് ലേറ്റാണല്ലോ, എന്ത് പറ്റിയാവോ? ചിലപ്പോ അച്ഛൻ അമ്മയെ കൊണ്ടുവരാൻ പോയതാവും. അത് ശരിയാ, രണ്ടാളൊപ്പം നിന്ന് കീരിയും പാമ്പും പോലെയാ. പക്ഷെ രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാനും പറ്റില്ല. അമ്മ വന്നതാ തോന്നുന്നേ. ചേച്ചി, ദേ അമ്മ വന്നതാ തോന്നുന്നേ. ഓടട്ടെ, എനിക്കെന്തെങ്കിലും അമ്മ കൊണ്ടുവന്നിട്ടുണ്ടാവും. അയ്യടാ, നിനക്കൊറ്റക്കൊന്നല്ല, ഞങ്ങൾക്കും കൂടെ അമ്മമ്മ കൊടുത്തുവെച്ചിട്ടുണ്ടാവുക. നീ അങ്ങനെ ഒറ്റയ്ക്ക് തിന്നാന്ന് വിചാരിക്കണ്ട കേട്ടോ. ചിഞ്ചു, നീ ബുക്ക് ഒന്നും എടുത്തില്ലല്ലോ. ബുക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, മിഠായിയേ പിന്നെ കാണില്ല. അത് ശരിയാ. അമ്മേ, എങ്ങോട്ടാ എല്ലാരും കൂടെ ഓടുന്നേ? എന്താ നിങ്ങളെല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ആരാ? നിങ്ങളെങ്ങനെ ഞങ്ങൾ അകത്ത് കയറി? അത് ശരി, എനിക്കപ്പം ഇങ്ങോട്ട് കയറാനൊന്നും പറ്റില്ലേ? നിങ്ങൾ ആൾക്കാർ കൊള്ളാലോ. കഥക് തുറന്നിട്ടല്ലേ നിങ്ങൾ ഇരിക്കുന്നേ, പിന്നെ ഞാനിങ്ങനെ അകത്ത് കയറാതിരിക്കും? കഥക് പൂട്ടിയതായിരുന്നല്ലോ. ടുട്ടു, നീ എങ്ങനെ കഥക് തുറന്നിരുന്നോ? ഞാൻ കഥക് പൂട്ടിയിട്ടാണല്ലോ മോളിലോട്ട് പോയേ. എന്തിനാ ഞങ്ങൾ അടുത്തോട്ട് വരുന്നേ? അത് നല്ല കാര്യം. എനിക്ക് പിന്നെ നിന്റെ അടുത്തോട്ട് വന്നൂടെ? നിനക്കിത് വേണ്ടേ? വേണം. ടുട്ടു, അത് വാങ്ങിക്കണ്ട. അതെന്താ, എന്റെ കയ്യിൽ നിന്ന് മിഠായി വാങ്ങിയാലേ? അത് നല്ല കാര്യം. ഇത് ഡയറി മിൽക്കല്ലേ, ഇതിൽ എന്ത് ചേർക്കാനാ ഞാൻ? അത് പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ട് സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിൽ നിന്നോ മിഠായി വാങ്ങി കഴിക്കരുതെന്ന്, അതുകൊണ്ടാ. ഈ പിള്ളേരെ ഒരു കാര്യം, അത് വാങ്ങിക്കോടാ ടുട്ടു. ഇതിപ്പോ അമ്മയുടെ കൂടെ വന്നതാണോ? ഇതാരാ അമ്മേ? അത് ശരി, ഇതാപ്പോ നല്ല കാര്യം. അപ്പൊ ഇവനെ നിങ്ങൾ എല്ലാരും മറന്നോ? ചെറുപ്പത്തിൽ ചിത്തുമാമ എന്ന് വിളിച്ച് പിറകെ നടക്കായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? ദേ, നമ്മുടെ കുട്ടുമാമന്റെ മോനാ ജിത്തു, അറിയില്ലേ? അയ്യോ, ജിത്തു ആയിരുന്നോ ഇത്? ഇവനങ്ങ് വളർന്നു വലുതായല്ലോ. അത് ശരി, മിന്നുവിനെങ്കിലും എന്നെ മനസ്സിലാവുന്ന കരുതിയിരുന്നേ. ഇവനെങ്ങനെയാ നിന്നെ മനസ്സിലാവുന്നേ? നീ നാട്ടിലില്ലായിരുന്നല്ലോ. അത് ശരി, അവര് സൗദിയിലായിരുന്നല്ലേ, ഇപ്പൊ അവര് ലീവിന് വന്നതാ. പിന്നെ എന്തൊക്കെയാ വിശേഷം? എനിക്ക് നല്ല വിശേഷാ. നിങ്ങൾക്കോ? ഡാ, നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഇങ്ങോട്ട് വാ. അവനെ നിന്നെ കണ്ട ആകെ അന്തം വിട്ട് നിൽക്കുവാ. ഇവനെ ഞാൻ കൊച്ചിലെ കണ്ടതല്ലേ, ഇവനാകെ വളർന്നു വലുതായല്ലോ. ആന്റി, നീ എത്രയിലാടാ പഠിക്കുന്നേ? ഞാൻ 1ാം ക്ലാസ്സിലാ. അത് ശരി. ഇതാരാ മിന്നുവിന്റെ പിറകിലിരിക്കുന്ന ആള്? ഇയാളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ നിന്റെ പേര്? എന്റെ പേര് ചിഞ്ചു. ഓ, ചിഞ്ചു, വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ആന്റിക്കൊരു കാര്യം കേൾക്കണോ? ഞാനേ നമ്മുടെ പിങ്കിമോൾ ഉണ്ടായപ്പോഴേ അമ്മയോട് ഒരുപാട് പറഞ്ഞു ചിഞ്ചു എന്ന് പേരിടാൻ. അമ്മ അന്ന് കേട്ടില്ല. ഇതിനിപ്പോ എന്താടാ, ഇവിടെ ഉണ്ടല്ലോ ഒരു ചിഞ്ചു. അത് ശരിയാ. ആന്റി, എന്റെ റൂം എവിടെയാ? ചിഞ്ചുമോളെ, നീ ചേട്ടൻ ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. ശരി മോനെ, അവളെ പിറകെ പൊക്കോ. ജിത്തു ഇവിടെ ഒരുപാട് ദിവസം നിൽക്കാൻ വന്നതാണോ? അവൻ അവിടെ ബോറടിച്ചിട്ട് ഇരിക്കായിരുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ എന്റെ പിറകെ പോന്നതാ. ഞാനാ പറഞ്ഞേ, വെറുതെ അവിടെ ബോറടിച്ചിരിക്കണ്ടല്ലോ, ഇങ്ങോട്ട് പോരേന്ന്. അത് ശരിയാ, എനിക്കാണിപ്പോ സ്റ്റഡി ലീവ് ആണല്ലോ, ഞാനും ഫ്രീയാ. എന്ത് തങ്കപ്പെട്ട സ്വഭാവമാണോ ആ ചെക്കനെ. അവന്റെ വീട്ടിലങ്ങ് ചെല്ലണം. എന്തൊക്കെയാ ആ ചെക്കന്റെ കലാവിരുതുകളെന്നോ. അവരുടെ മുറ്റൊന്നേ ഒന്ന് കാണണം, എന്തോ ഒരു വൃത്തിയാ. ഇവനാണത്ര എന്നും ക്ലീനിങ്. പെമ്മക്കൾ ഉണ്ടായിട്ട് എന്താ കാര്യം, ഇതുപോലെ ഒരെണ്ണം ഉണ്ടായാ മതി. അതെനിക്കിട്ടുള്ള ഊത്താണല്ലോ. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായല്ലോ, സന്തോഷം. ഞാനേ അവനെ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ. ദേ, നീ അവിടെ നോക്കി നിൽക്കാതെ കുറച്ച് പച്ചക്കറികളൊക്കെ നരിഞ്ഞു തന്നേ. ഇത് ശരി, അപ്പൊ അതിനൊക്കെ ഞാൻ തന്നെ വേണല്ലേ? നീ ഒന്ന് വാടി. ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഒരു തമാശ പറയാനും പറ്റില്ല. മിഠായി എല്ലാരും മറന്നെന്ന് തോന്നുന്നേ. ഇത് മുഴുവൻ ഞാൻ തന്നെ നിന്ന് തീർക്കേണ്ടി വരും. ദേ ടുട്ടു, പോകുമ്പോ എന്റെ ഡയറി മിൽക്കേ ആ ഫ്രിഡ്ജിൽ വെച്ചേര് കേട്ടോ. അപ്പൊ ഇത് ഓർത്തോണ്ട് നടക്കുകയാണല്ലേ, നാശം. ശരി, ഞാൻ വെച്ചോളാം. ടുട്ടു, ചിഞ്ചുവിനുള്ളതും കൂടി അവിടെ വെച്ചേര്, അല്ലെങ്കിലേ അവളെ നിന്നെ പിടിച്ച് ഡയറി മിൽക്ക് ആക്കും. അയ്യോ, എല്ലാവർക്കും വെച്ചോളാവേ. ഇങ്ങനെ രണ്ട് കൊതിച്ചിലാണല്ലോ ഈശ്വര എനിക്ക് നീ തന്നേ. ഇതാ ചേട്ടാ, ചേട്ടന്റെ റൂം. നല്ല അടിപൊളി റൂം. ഇത് ചിഞ്ചു, ഇവിടെ നല്ല വ്യൂ ഉണ്ടല്ലോ. ഇതാ ഈ വീട്ടിലെ ഏറ്റവും നല്ല അടിപൊളി റൂം. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കി നല്ല കാഴ്ചകളൊക്കെ കാണാല്ലേ. ഇന്നല്ലാതെ അച്ഛൻ എപ്പോഴും എവിടെയാ കിടക്കാറ്. അയ്യോ, അപ്പൊ ഞാൻ വന്നത് അങ്കിളിന് ബുദ്ധിമുട്ടാവില്ലേ? അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്തോളും. ചേട്ടൻ ഇവിടെ കിടന്നോ, ഞാൻ പോകട്ടെ ചേട്ടാ. ചിഞ്ചു, ഒന്ന് നിന്നേ. ചേട്ടാ, ഇഞ്ചി എന്നെ ചേട്ടനൊന്നും വിളിക്കണ്ട, ജിത്തു എന്ന് വിളിച്ചാൽ മതി കേട്ടല്ലോ. ചേട്ടൻ എന്റെ പ്രായത്തിന് മൂത്തല്ലേ, അമ്മ വഴക്ക് പറയും. എന്ത് വഴക്ക് പറയാൻ? എന്നെ ജിത്തു എന്ന് വിളിച്ചാൽ മതി, എനിക്കതാ ഇഷ്ടം. ശരി. ചിഞ്ചു, ഒന്ന് നിക്ക്. എന്താ? ദേ, ഇത് ചിഞ്ചുവിനുള്ളതാ. അയ്യോ, എനിക്കൊന്നും വേണ്ട. അതെന്താ, ഞാൻ തന്നെ വാങ്ങില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. ചേട്ടൻ എന്തിനാ എനിക്കിതൊക്കെ തരുന്നേ? സോറി, ജിത്തു എന്തിനാ എനിക്കിതൊക്കെ തരുന്നേ? എന്റെ ഒരു സന്തോഷത്തിനാണെന്ന് കൂട്ടിക്കോ, ഇതുവരെ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ. സംസാരിച്ചിരിക്കാത്തത് പിടിക്കേ. ഓക്കെ, താങ്ക്സ്. എന്നാ ഞാൻ പോവാണേ. മോനെ ജിത്തു. ജിത്തു മോനെ. എന്താ ആന്റി? ആന്റി താഴെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിക്കേ. ഓ ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫ്രഷ് ആയിട്ട് വേഗം വാ മോനെ, ഫുഡ് തണുത്തു പോകും. ഓക്കെ ആന്റി. ആന്റിയുടെ ഒരു കാര്യം, ഇവർക്കൊക്കെ എന്നോട് എന്തൊരു സ്നേഹ. ഇവിടെ നിന്ന് എനിക്ക് പോവാൻ തോന്നുന്നില്ല.
എന്റെ ദൈവമേ, ഈ ബോക്സിൽ എന്താണാവോ? ആരും കാണാതെ വല്ല തുറന്നു നോക്കട്ടെ. ആ ടുട്ടു അങ്ങനെ ഇങ്ങോട്ട് വന്നാലേ പെട്ടു. ചിഞ്ചു, ചിഞ്ചു. യോ, ആ ടുട്ടു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ഞാനിപ്പോ വരാം, നിങ്ങൾ കഴിച്ചൂട്. ഡയറി മിൽക്ക് വേണ്ടേ? എന്റെ ദൈവമേ, അതവിടെ വെച്ചേക്കേ, ഞാൻ ഇപ്പൊ വരാം. എന്താ നിനക്ക് അവിടെ കള്ള ലക്ഷണം? കള്ള ലക്ഷണോ? എനിക്കൊന്നുമില്ലല്ലോ. ഞാനേ ടോയ്ലറ്റിലാ. അതാ ടോയ്ലറ്റിലോ? അപ്പൊ മിന്നു ചേച്ചിയോ? നിങ്ങൾ രണ്ടാളും കൂടിയാ ടോയ്ലറ്റിൽ കയറിയിരിക്കുന്നേ? നിനക്ക് എന്തോ കള്ളലക്ഷണം ഉണ്ട്. ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? തൽക്കാലം ഇത് വേഗം കട്ടിലെ ചോട്ടിലേക്കിടാം. അവനില്ലാത്ത സമയത്ത് പൊളിച്ചു നോക്കാം. ഓ, ഇവനെ കൊണ്ട് വല്ലാത്തൊരു ശല്യം തന്നെയാ. ആവും, സമാധാനായി. എനിക്കിവിടെ എന്തോ ഒരു പണിയുണ്ട്. എന്താടി? ഒന്നുമില്ല. എന്തേ നീ എന്തിനാ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? ടെൻഷനോ? എനിക്കോ? എനിക്കെന്താ ടെൻഷൻ? നിനക്ക് എന്തോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അയ്യോ, ഇവന് മനസ്സിലായി കാണോ? ഇനി അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്, വേഗം വാ. ഞാനും കൂടി നിന്നെ കാത്തു നിൽക്കുക. അതെന്താ ഇന്ന് പതിവില്ലാതെ എല്ലാരും കൂടി ഒരു കഴിക്കല്? അത് പിന്നെ ജിത്തുചേട്ടനില്ലേ? ജിത്തുചേട്ടനെ എല്ലാരും കൂടി ഒപ്പിരുന്ന് കഴിക്കാനാണ് അത്ര ഇഷ്ടം. ഓ, അത് ശരി, ഇത് ജിത്തുചേട്ടന്റെ ഐഡിയ ആണല്ലേ? അതെ അതെ, ജിത്തുചേട്ടൻ ആളൊരു സംഭവം തന്നെയാണല്ലേ. ഇന്നല്ലാതെ എങ്ങനെയുണ്ട് മോനെ ഭക്ഷണമൊക്കെ? നിനക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കുന്നുണ്ടാവില്ല. സത്യം പറയാലോ ആന്റി, ആന്റിയുടെ ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ലെന്നായിരിക്കും അല്ലേ മോനെ? അയ്യോ, അങ്ങനെയൊന്നല്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാ. എന്റെ പൊന്ന ആന്റി, ഇത്രയും നല്ലൊരു ഫുഡ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. അയ്യോ, ആണോ മോനെ? അല്ലേലും ആന്റി ഉണ്ടാക്കിയ ഫുഡേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാ. ഇവർ അച്ഛനും മകൾക്കും എപ്പോഴും എന്റെ ഫുഡ് കുറ്റം പറയാനേ നേരുള്ളൂ. എന്നാലോ വാരി വലിച്ച് കഴിക്കുകയും ചെയ്യും. ഇങ്ങോട്ട് വാ, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. അയ്യോ ആന്റി, അങ്കിളിനൊന്നും ചെയ്തേക്കല്ലേ, പാവം. എന്തിനാ അങ്കിളെ ഇത്രയും നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി തന്നിട്ടും ആന്റിയെ എങ്ങനെ കുറ്റം പറയുന്നേ? അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കും മോനെ. അയ്യോ, ഞാൻ അവളെ ഇട്ട് വെറുതെ കളിയാക്കുന്നല്ലേ മോനെ. ഈ വണ്ടി അത് കാര്യമായിട്ട് എടുക്കും. അതൊക്കെ എനിക്കറിയാം. ആന്റി, ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സീരിയസ്ലി? ഒന്ന് പോടാ ടുട്ടു. എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഉറക്കക്ഷീണം. ഞാൻ പോയി കിടക്കട്ടെ കേട്ടോ. ഇന്ന് നേരം വെളുക്കുമ്പോ തൊട്ട് ഒരു ഒഴിവും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആന്റി, ഇവിടെ ടെറസിന്റെ മുകളിൽ ഇരിക്കാൻ പറ്റുമോ? ഓ, അതിനെന്താ, മോൻ പോയിരുന്നോ? ഞാനേ ഇവിടെ വന്നതിന് ശേഷം അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല, അപ്പൊ ഒന്ന് വിളിച്ചു നോക്കാനാ. ടെറസിന്റെ മുകളിലാണെങ്കിൽ നല്ല റേഞ്ച് കിട്ടും, അങ്ങോട്ട് പോക്കോ. ഓക്കെ. എല്ലാരും അവനെ കണ്ട് പഠിക്കും. എന്തൊരു അച്ചടക്കമുള്ള കുട്ടിയാ. ഇതേ നോക്ക്, അവന് കഴിച്ച പ്ലേറ്റ് പോലും അവൻ കഴുകി വെച്ചു. ഇവിടെ ദേ ഒരു മുതുക്കൻ ഇരിക്കുന്നു. ഇത്രയും കാലമായിട്ട് നിങ്ങളെ പ്ലേറ്റ് നിങ്ങൾ കൈകൊണ്ട് തൊട്ടിട്ടോ മനുഷ്യ? അത് ശരി, കൈകൊണ്ട് തൊടാതെ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നേ? അതല്ല, നിങ്ങൾ പാത്രം ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടെന്നാ ചോദിച്ചേ. ആ പയ്യനെ എത്ര ചെറുതാ, അവൻ എന്തൊക്കെയാ ജോലികളാ ചെയ്യുന്നേ? ഇവിടെ ഉണ്ടല്ലോ 3 എണ്ണം, ഒന്നിനും കൊള്ളാത്തെ. എന്തിനാ ഇവരെ കൊണ്ടൊക്കെ പറ്റിയ? ഇവിടെ അധിക നേരം നിൽക്കുന്നത് നല്ലതല്ല, എല്ലാം മുങ്ങുന്നതാ നല്ലത്. ഇത്രയും പറഞ്ഞിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഞാൻ പോവാ, നിങ്ങളോടൊക്കെ പറഞ്ഞ് വെറുതെ എന്റെ സമയം കളയാന്നല്ലാതെ. നിങ്ങളെ കുറിച്ചാ അമ്മ ഈ പറഞ്ഞേ? അയ്യോ, എങ്ങനെ ഞങ്ങളെ കുറിച്ച് മാത്രല്ല, അച്ഛനെ കൂടെയാ. എന്താ അച്ഛാ, എനിക്കൊക്കെ അമ്മയൊന്ന് ഹെൽപ്പ് ചെയ്തൂടെ? വെറുതെ ഞങ്ങളെ കൂടി പറയിപ്പിക്കാനായിട്ട്. ഇല്ല പിന്നെ, ഇത്ര വലുതായില്ലേ, ഇനിയെങ്കിലും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അമ്മയെ സഹായിച്ചൂടെ? എടാ നീ ഇപ്പൊ എന്റെ മെക്കെട്ട് കയറാണല്ലേ? നീ വാ, നിനക്ക് നാളെ എന്ത് വേണമെന്നാ പറഞ്ഞേ? ഫൈറ്റർ ഫിഷ്. നിനക്ക് ഞാനേ നല്ലോണം വാങ്ങിത്തരാം. നീ വേണേലേ ഒറ്റക്ക് പോയിട്ട് വാങ്ങിക്കോ. അയ്യോ അച്ഛാ, അങ്ങനെ പറയല്ല അച്ഛാ, എന്റെ പൊന്നച്ഛനല്ലേ. ഡി ചിഞ്ചു, നിനക്ക് നാളെ എങ്ങോട്ട് പോകാനാണെന്നാ പറഞ്ഞേ? നിമ്മിയുടെ വീട്ടിക്ക്. നിമ്മിയുടെ വീട്ടിക്കല്ലേ? നീ തന്നെ ഒറ്റയ്ക്ക് വെക്കോ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഓട്ടോ വിളിച്ചിട്ട് പോയിക്കോ. അയ്യോ അച്ഛാ, ഞങ്ങൾ വെറുതെ തമാശ പറഞ്ഞല്ലേ അച്ഛാ. അതെ ഈ അച്ഛനൊരു കാര്യം. വേണ്ട, നിങ്ങൾ രണ്ടാളെ സോപ്പ് ഇടാൻ നിൽക്കണ്ട. കിട്ടുന്ന സമയത്തൊക്കെ എന്നെ ഇട്ട് വലിക്കാൻ നോക്കിയിട്ടേ ഇപ്പൊ സോപ്പ് ഇടുക അല്ലേ? അതിനെ വേറെ ആളെ നോക്കിക്കോ, ഞാൻ പോവാ. വെറുതെ ഒന്നും പറയണ്ടായിരുന്നില്ലേടാ ടുട്ടു. ചിഞ്ചു, വെറുതെ ഒന്നും മിണ്ടണ്ടായിരുന്നു. ഇപ്പൊ നാളെ ഓട്ടോ വിളിച്ചു പോകേണ്ടി വരും നമ്മൾ രണ്ടാളും. അത് ശരിയാ, ചിലപ്പോ അച്ഛൻ കൊണ്ടുപോകുമായിരിക്കില്ലേ? അങ്ങനെ വരാൻ വഴിയില്ല. നീ അതിനു വേണ്ടിയല്ലേ അച്ഛനോട് പറഞ്ഞേ? അത് ശരി, അപ്പൊ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ കേട്ടെ. നീ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലേ? ഞാനതിനെന്താ പറഞ്ഞേ? നീയല്ലേ അച്ഛനെ കുറിച്ച് ഓരോന്ന് പറഞ്ഞേ? ചിഞ്ചു, എന്നൊന്ന് തന്നാലുണ്ടല്ലോ, അല്ലയാ എല്ലാത്തിനും കാരണം. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കല്ലേ? ഞാൻ കാണിച്ചു തരാം, നിന്റെ ഡയറി മിൽക്ക് ഞാൻ തരത്തില്ല. അതൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ചു.